ഹായ് ഡിയർ, ഇന്ന് നമുക്ക് ഗാന്ധിജിക്ക് നമക്ക് കഥ എന്ന സ്റ്റോറിയിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ആദ്യം ഡിസ്കസ് ചെയ്യാം. അംഗ്രേസോം ने भारत के लोगों को ഗുദ് നമക് ബനാനെ സെ രോക്ക് രഖാ ഥാ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളെ സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്നും തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ നമക്ക് പർ ടാക്സ് ലഗ രഖാ ഥാ. ഉപ്പിന് ടാക്സും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്കാ കാരൺ ക്യാ ഹോഗ. ഇതിൻ്റെ കാരണം എന്തായിരിക്കും? അംഗ്രേസോം ने भारत में നമക് പർ ടാക്സ് ലഗ രഖാ ഥാ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലോക് ഗുദ് സമുദ്ര കെ പാനി സെ നമക് ബനാത്തെ തോ സസ ഹോത്തി ഥി. ജനങ്ങൾ സ്വയം കടലിലെ വെള്ളം എടുത്തിട്ട് ഉപ്പുണ്ടാക്കിയാൽ അവർക്ക് ശിക്ഷ കിട്ടുമായിരുന്നു. നമക് കെ ബിന ഹമാര ഏക് ദിൻ ബി നെഹിം ചൽ സക്ത. ഉപ്പ് കൂടാതെ നമുക്ക് നമ്മുടെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇസ്ലിയെ നമക് ബഹുത്ത് മഹങ്ക ഹോ ഗയ. അതുകൊണ്ട് ഉപ്പിനെന്തായി? ഭയങ്കര വില കൂടി. ഇസ് തരഹ് അംഗ്രേസ് ഭാരത് കോ ലൂട്ട് രഹേ ഥേ. ഇങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊള്ളയടിക്കുകയായിരുന്നു. അവർക്കറിയാം നമ്മളൊരു ദിവസം പോലും ഉപ്പില്ലാതെ നമ്മുടെ ഒരു ദിവസം പോലും മുന്നോട്ട് പോവില്ല. അപ്പോൾ എത്ര വില കൊടുത്തും നമ്മൾ ഉപ്പ് വാങ്ങും അവർക്കറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ്. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ ആസാദ് ഹോ ഗയ. 17 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ രാജ്യം ആ ഒരു യഥാർത്ഥ വഴിയിലൂടെ നടന്ന് നമ്മുടെ രാജ്യം എന്തായത്? സ്വാതന്ത്ര്യം നേടിയത്. ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ് പിന്നെ അതിന് 17 വർഷത്തിന് ശേഷം നമ്മുടെ ആ ഒരു വഴിയിലൂടെയൊക്കെ നടന്നിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഇസ് രാസ്തേമേം ഹുയി മുഖ്യ ഘടനായേം ക്യാ ക്യാ ഹേ. ഈ ഒരു വഴിയിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നിട്ടുണ്ടായത്? കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടാണ് നമ്മുടെ ഇന്ത്യ പൂർണ്ണ സ്വാതന്ത്ര്യമായത്. 1887 കാ പ്രഥമ സ്വാതന്ത്ര്യതാ സംഗ്രമം. 1887 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ജാലിയം വാലാബാഗ് ഹത്യാകാണ്ഡ്, ജാലിയം വാലാബാഗ് കൂട്ടക്കൊല. അസഹയോഗ് ആന്തോലൻ, നിസ്സഹകരണ പ്രസ്ഥാനം. നമക് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം. ഭാരത് ചോഡോ ആന്തോലൻ, ക്വിറ്റ് ഇന്ത്യ സമരം. ഇതൊക്കെ നടന്നിട്ടാണ് നമ്മുടെ ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ഇൻ ഘടനാओं को क्रम से लिखे. ഈ സംഭവങ്ങളൊക്കെ ക്രമത്തിലാക്കാൻ നമ്മുടെ ഗാന്ധിജിക്ക് നമക് കഥ എന്ന ചാപ്റ്ററിലെ കുറേ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു യാത്രയിലെ അത് ഓർഡറിലാക്കണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കൊടുത്തത് വേ സബി ലോക് രാത് കിസി ഗാവ് മേം കാട്ടത്തെ ഔർ സുബഹ് ഫിർ ചൽപടെ. അവരെല്ലാ ആളുകളും രാത്രി ഏതെങ്കിലും ഗ്രാമത്തിൽ ചെലവഴിച്ച് രാവിലെ വീണ്ടും നടത്താൻ തുടരും. ഇസ് പ്രകാർ ഗാന്ധിജീനെ പൂരെ ദേശ് കോ അംഗ്രേസോം സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇപ്രകാരം ഗാന്ധിജി ലോകത്തെ മുഴുവനും ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നു കാണിച്ചു. യാത്ര കെ ദൗറാൻ ഹസാരോം ലോക് ജുഡ്തേ ഗയേ. യാത്രയിൽ 1000ഓളം ആളുകൾ ജോയിൻ ചെയ്തു അവരുടെ യാത്രയിൽ. ഗാന്ധിജി പൈദൽ ദാണ്ടി കെ സമുദ്ര കിനാരെ ചൽപ്പടെ. ഗാന്ധിജി കാൽനടയായിട്ട് ദണ്ഡി കടപ്പുറത്തേക്ക് ഗ്രാമതീരത്തേക്ക് പോയി. രാസ്തേമേം കൈ ഘാവ് പടേ. വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നു. സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ അംഗ്രേസോം കാ കാനൂൻ തോട. കടലിലെ വെള്ളം കൊണ്ട് ഉപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇത് ഓർഡറിലല്ല. ഇതിൽ ഫസ്റ്റ് ഏതാ സംഭവം ഉണ്ടായത് ഓരോന്നും വായിച്ച് മീനിങ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഓർഡർ ആക്കിയിട്ട് എഴുതാനാണ്. ഓക്കെ, 6 പോയിന്റ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് എന്താ ഉണ്ടായത് നമുക്കറിയാം. എന്താണ്? ഫസ്റ്റ് തന്നെ ഗാന്ധിജി നടന്നിട്ട് പോവാണ് അല്ലേ. ഗാന്ധിജി പൈദൽ ദണ്ഡി കെ സമുദ്ര കിനാരെ ഗാവ് ചൽപ്പടെ അല്ലേ. ഫസ്റ്റ് ഉണ്ടായ സംഭവം ഗാന്ധിജി പൈദൽ ദാണ്ടി കെ സമുദ്ര കിനാരെ ചൽപ്പടെ. ഗാന്ധിജി നടന്നിട്ട് പോയി. പിന്നെ രണ്ടാമത്തെ സംഭവം എന്താണ്? യാത്രയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, യാത്ര കെ ദൗറാൻ ഹസാരോം ലോക്. യാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ ജോയിൻ ചെയ്തു. പിന്നെ വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ വഴിയിൽ ഒരുപാട് രാസ്തേമേം കൈ ഘാവ് പടേ. വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്യും?
രാത്രി ഏതെങ്കിലും ഗ്രാമത്തിൽ ചിലവഴിച്ച് രാവിലെ വീണ്ടും പോകുമെന്ന് പറയുന്നുണ്ട് അല്ലേ. വേ സബി ലോക് രാത് കിസി ഗാവ് മേ കാട്ടത്തെ ഔർ സുബഹ് ഫിർ ചൽപടെ. അപ്പം 4ാമത്തെ സെൻറ്റൻസ് ഇതാണ് വരിക. പിന്നെ കടലിലെ വെള്ളം എടുത്തിട്ട് ഉപ്പുണ്ടാക്കി. സമുദ്രക്കെ പാനീസെ നമക്ക് ബനാക്കർ അംഗ്രേസോം കാ കാനൂൻ തോടാ. ഓക്കെ, പിന്നെ എന്താണ്, അങ്ങനെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴി തുറന്നു. ഇസ് പ്രകാർ ഗാന്ധിജീനെ പൂരേ ദേശ് കോ അംഗ്രേസോം സെ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇങ്ങനെ ഗാന്ധിജി നമ്മുടെ രാജ്യത്തെ മുഴുവനും ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു വഴി തുറന്ന് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരിക കേട്ടോ. ഓക്കെ, മിസ് ഒന്ന് കറക്റ്റ് ഓർഡറിലൊന്ന് വായിച്ചു തരാം. ഗാന്ധിജി पैदल दांडी के समुद्र किनारे चल पड़े. यात्रा के दौरान हजारों लोग जुट गए. रास्ते में कई घाव पड़े. वह सभी लोग रात किसी घाव में काटते और सुबह फिर चल पड़ते. समुद्र के पानी से नमक बनाकर अंग्रेज़ों का कानून तोड़ा. इस प्रकार गांधी ने पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. ഫസ്റ്റത്തെ നടന്നു പോയ സംഭവം, 2ാമത്തെ വഴിയിൽ ആയിരക്കണക്കിന് ആളുകൾ ജോയിൻ ചെയ്തത്, 3ാമത്തത് വഴിയിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ടായിരുന്നത്, 4ാമത്തത് അവരെല്ലാവരും രാത്രി ഏതെങ്കിലും ഗ്രാമത്തിൽ ചിലവഴിച്ചിട്ട് രാവിലെ വീണ്ടും പോവും, 5ാമത്ത് കടലിലെ വെള്ളം എടുത്തിട്ട് ഉപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു, 6ാമത്തത് ഇങ്ങനെ ഗാന്ധിജി നമ്മുടെ രാജ്യത്തെ മുഴുവനും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള ഒരു വഴി തുറന്നു. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. റപ്പട്ട് ലിഖെ. റപ്പട്ട് ലിഖെ എന്ന് പറഞ്ഞാൽ, റപ്പട്ട് എന്ന് പറഞ്ഞാൽ ന്യൂസ് റിപ്പോർട്ട്, വാർത്ത. റപ്പട്ട് ലിഖെ. ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദണ്ഡി പഹുഞ്ച്. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്നും കാൽനടയായിട്ട് നടന്നിട്ട് എവിടെ എത്തി? ദണ്ഡിയിലെത്തി. കുത് നമക്ക് ബനാക്കർ അംഗ്രേസോം കാ കാനൂൻ തോട. സ്വയം ഉപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. ഇസ് ഘടന പർ സമാചാർ പത്ര കെ ലിയെ ഏക് റപ്പട്ട് തയ്യാർ കരേ. ഈ സംഭവം ഒരു ന്യൂസ് പേപ്പറിലേക്ക് വേണ്ടിയിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ഈ ഒരു സംഭവത്തിൻ്റെ നമ്മൾ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ഓക്കെ, അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമുക്കതിൽ ശീർഷകം വേണം, ഹെഡിങ് വേണം അല്ലേ. ന്യൂസ് റിപ്പോർട്ടിൽ ഫസ്റ്റിന് ഹെഡിങ് ഉണ്ടാവും, പിന്നെ സ്ഥലം കൊടുക്കുക, പിന്നെ ഘടനാ വിവരണം, സംഭവം വിവരിക്കണം. ഓക്കെ, അപ്പോൾ ഹെഡിങ്ങും സ്ഥലവും പിന്നെ സംഭവം വിവരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു സംഭവം വിവരിക്കുമ്പോൾ അത് അത് എന്താണെന്നും, കബ് എപ്പോൾ നടന്നതാണെന്നും, കഹാം എവിടെ നടന്നതാണെന്നും, ക്യോ എന്തുകൊണ്ട് ആ സംഭവം നടക്കാനുള്ള കാരണം എന്താണെന്നും, കൈസെ എങ്ങനെയാണെന്നും, ഇതൊക്കെ നമ്മൾ ഈ ഒരു ഘടന, ഒരു സംഭവം എഴുതുമ്പോൾ ഇതൊക്കെ അതിൽ വരണം കേട്ടോ. എന്താണ്, എപ്പോഴാണ്, എവിടെയാണ്, എന്തുകൊണ്ടാണ്, എങ്ങനെയെന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ നമ്മൾ ആ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ന്യൂസ് റിപ്പോർട്ട് വായിച്ചു നോക്കാം. നമ്മൾ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമക്ക് സത്യാഗ്രഹ്, ഉപ്പ് സത്യാഗ്രഹം. സെക്കൻഡ് നമ്മൾ പറഞ്ഞു സ്ഥലം കൊടുക്കണമെന്ന്, അഹമ്മദാബാദ്. ഒരു സ്ഥലം കൊടുത്തിട്ട് 2 ഡോട്ടൊക്കെ ഇട്ടിട്ട് ഇനി സംഭവം എന്താണെന്ന്, എവിടെയാണെന്നും എപ്പോഴാണെന്നും എല്ലാം ഉള്ള ഒരു ഘടന, ഒരു സംഭവം വിവരിക്കുക. ഗാന്ധിജി അപ്നെ കുച്ച് അനുയായിയോ കെ സാത്ത് കാൽ ദണ്ഡി പഹുഞ്ചെ. ഗാന്ധിജി തൻ്റെ കുറച്ച് അനുയായികളുടെ കൂടെ ഇന്നലെ ദണ്ഡിയിലെത്തി. വഹാം ഉൻഹോംനെ സമുദ്ര കെ പാനി സെ ഖുദ് നമക് ബനായ. അവിടെ അദ്ദേഹം കടലിലെ വെള്ളം കൊണ്ട് സ്വയം ഉപ്പുണ്ടാക്കി. അംഗ്രേസോം കാ കാല കാനൂൻ തോട. ബ്രിട്ടീഷുകാരുടെ കറുത്ത നിയമം ലംഘിച്ചു. യഹ് യാത്ര 22 മാർച്ച് को गांधी जी के സബർമതി ആശ്രം അഹമ്മദാബാദ് സെ ശുരു ഹുയി തി. ഈ യാത്ര മാർച്ച് 22-ന് ഗാന്ധിജിയിലെ സബർമതി ആശ്രം അഹമ്മദാബാദിൽ നിന്നും തുടങ്ങിയതായിരുന്നു. ഗാന്ധിജി ആ ഒരു യാത്ര അഹമ്മദാബാദിൽ തുടങ്ങിയതായിരുന്നു. ഔർ കൽ സമാപ്ത് ഹുയി. അത് ഇന്നലെ അവസാനിപ്പിച്ചു. ഗാന്ധിജീനെ യഹ് യാത്ര 24 ദിനം മേം പൂരിക്കി. ഗാന്ധിജി ഈ ഒരു യാത്ര 24 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. अंग्रेज़ों ने भारतीयों को खुद नमक बनाने से रोक रखा था. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്നും തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമക്ക് കേലിയെ ടാക്സ് ദേന പടുത്താത. ഉപ്പിന് വേണ്ടിയിട്ട് ടാക്സും നൽകിയിട്ടുണ്ടായിരുന്നു, ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്കെ വിരോധമേം നമക്ക് സത്യാഗ്രഹ കിയാ ഗയ. ഇതിനോടുള്ള വിരോധത്തിലാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഹെഡിങ്ങും സ്ഥലവും പിന്നെ എല്ലാ സംഭവം എന്താ, എപ്പോഴാണ്, എവിടെ എന്നെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ,
ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രൊഫൈൽ തയ്യാർ കരേം, പ്രൊഫൈൽ തയ്യാറാക്കാൻ. സ്വതന്ത്രത സേനാനിയോം കെ പരിശ്രം കി ദേൻ ഹെ ആസാദി. സ്വാതന്ത്ര്യ സേനാനികളുടെ പരിശ്രമത്തിൻ്റെ വിലയാണ് സ്വാതന്ത്ര്യം. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യ സേനാനിയോം ക പ്രൊഫൈൽ തയ്യാർ കരേം, ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ്. ഇവിടെ മിസ് ഒരു ഗാന്ധിജിൻ്റെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി. ഹമാരെ രാഷ്ട്രപിത മഹാത്മാഗാന്ധി കാ പൂരാ നാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹേ. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഫുൾ നെയിം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. ഉൻകാ ജന്മ 1869 അക്ടോബർ 2 को ഗുജറാത്ത് കെ പോർബന്ദർ में हुआ था. അദ്ദേഹത്തിൻ്റെ ജനനം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ആയിരുന്നു. उन्होंने सत्य और अहिंसा के मार्ग पर चलते हुए भारत के स्वतंत्रता आंदोलन का नेतृत्व किया. സത്യത്തിൻ്റെയും അഹിംസയുടെയും മാർഗത്തിലൂടെ നടന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അയാൾ നേതൃത്വം നടത്തി. ഉന്നേം ഹം പ്രേം ഭാവ് സെ ബാപ്പുജി പുക്കാർത്തെ ഹൈ. അദ്ദേഹത്തെ നമ്മൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിച്ചു. 30 ജനുവരി 1948 കോ ഉൻകി മൃത്യു ഹുയി തി. 1948 ജനുവരി 30 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, അപ്പം നമുക്ക് പ്രൊഫൈൽ 2 വിധം തയ്യാറാക്കാം കേട്ടോ. മിസ് നേരത്തെ കാണിച്ച പോലെ പാരഗ്രാഫ് ആക്കിയിട്ടും കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് നെയിം, പേര് അല്ലേ, നെയിം അത് പേര് കൊടുക്കുക, ജന്മസ്ഥാനം ജനിച്ച സ്ഥലം, മാതാക്ക നാം അമ്മൻ്റെ പേര്, പിതാക്ക നാം അച്ഛൻ്റെ പേര്, പദ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്താണ് അയാളത്, യോഗ്യത അയാളുടെ യോഗ്യത ക്വാളിഫിക്കേഷൻ, ഉപലബ്ധി എന്ന് പറഞ്ഞാൽ നേട്ടങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരാളെ പ്രൊഫൈൽ തയ്യാറാക്കാം. അപ്പോൾ ഓക്കെ, പ്രൊഫൈൽ നമുക്ക് 2 വിധം തയ്യാറാക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ പാരാഗ്രാഫ് ആക്കിയിട്ടും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ താഴേക്ക് ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെയും കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ബൈ.